കൊള്ളിക്കിഴങ്ങ് നുറുക്കിയെടുക്കാം. കഴുകിയെടുത്ത കിഴങ്ങിലേക്ക് ആവശ്യത്തിന് വെള്ളവും ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് വേവിക്കാൻ വയ്ക്കാം. അത് അവിടെ നിന്ന് നല്ലപോലെ വെന്ത് വരട്ടെ. കിഴങ്ങിലേക്കുള്ള അരപ്പ് തയ്യാറാക്കാം. ഒരു കഷ്ണം ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയുള്ളി, കറിവേപ്പില, പച്ചമുളക് ചേർത്ത് നാളികേരം നന്നായി ചതച്ചെടുക്കാം. കൊള്ളിക്കിഴങ്ങ് നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. നമുക്ക് ആ വെള്ളം ഊറ്റിക്കളയാം കേട്ടോ. ചതച്ച നാളികേരക്കൂട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കാം. കൊള്ളിക്കിഴങ്ങ് ഒന്ന് ഉടച്ചെടുക്കാം. ഇതിൻ്റെ കൂടെ നമ്മൾക്കൊരു പച്ചമുളക് ചമ്മന്തി അരച്ചെടുത്താലോ. ഉള്ളി, പുളി, പച്ചമുളക്, വേപ്പില, ഉപ്പ് ചേർത്ത് അരച്ചെടുക്കാം. ഇനി കൊള്ളിക്കിഴങ്ങ് ഉടച്ചതും ചമ്മന്തിയും കൂട്ടി കഴിച്ചാലോ. ഈ കൊള്ളിക്കിഴങ്ങ് ഉടച്ചതിലേക്ക് ഈ അരച്ച ചമ്മന്തി ഉണ്ടല്ലോ, ഉള്ളിയും പുളിയും പച്ചമുളകൊക്കെ ചേർത്ത് ആവശ്യത്തിന് ഉപ്പും വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് മിക്സ് ചെയ്തെടുത്ത് ചമ്മന്തി ഇങ്ങനെ ഇടാം. ഈ എരിവുള്ള ചമ്മന്തി കൊള്ളിക്കിഴങ്ങിൽ ചേർത്ത് കഴിച്ച് നല്ല മധുരമിട്ട് ചൂടുള്ളൊരു കട്ടൻ ചായയും. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ.